നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. റാന്നി വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ അത്യാവശ്യം കാട്ടുപന്നികൾ നിരന്തരം ഇവിടെ സന്ദർശിക്കാറുണ്ട് എന്നതും ഇവിടുത്തെ ഈ ഭാഗത്തെ ഒരു പ്രത്യേകതയാണ്. ഈ പ്രദേശത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാല് പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് തുല്യമായ അന്തരീക്ഷം തന്നെ ഉള്ള ഒരു ഏരിയയാണ്. ഈ പ്രദേശത്തെ ഒരു ചെടി കണ്ടു, അതായത് ഷുഗർ രോഗികൾക്ക് ആശ്വാസമായി നൽകുന്ന ഒരു കായയാണ് ഈ കാണുന്ന കായ. ഇത് പച്ചപ്പും ഇതിൻ്റെ പഴുത്താണ് ചുമന്ന കായ. ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കായ നാരങ്ങ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി എടുത്ത ശേഷം തിളപ്പിച്ച് ആറിച്ച് കുടിക്കുകയാണെങ്കിൽ ഷുഗറിന് നല്ല ഒരു ശമനം വരും എന്ന് തന്നെയാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് കഴിച്ചിട്ടുള്ളവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ചെറുനാരങ്ങയുടെ നല്ല വലിപ്പമുള്ള ഒരു നാരങ്ങയുടെ വലിപ്പമാണ് ഈ കായയുടെ യഥാർത്ഥ വലിപ്പം. ഇതാണ് അതിൻ്റെ പഴം, കാണാവോ? ഇതാണ് അതിൻ്റെ പഴം. ഈ സാധനം കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത ശേഷം ഒരു ചില്ലി കുപ്പിയിലോ മറ്റോ ആക്കി സൂക്ഷിക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചാർച്ച വെള്ളം സേവിക്കുകയാണെങ്കിൽ ഷുഗർ നല്ല രീതിയിൽ കുറയും എന്ന് തന്നെയാണ് ഈ കായയുടെ ഒരു പ്രത്യേകത. ഒറ്റനോട്ടത്തിൽ ചെറുനാരങ്ങയായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ, പക്ഷെ അല്ല സംഭവം. ഈ ചെടിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പടി കടിയൻ നീറാണ്. നീറെന്ന് പറയുന്ന ഒരു തരം ഉറുമ്പുകളാണ്, കാണാവോ? ഇത് ഇളകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങും നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു സൈസ് ഉറുമ്പുകളാണ്. പക്ഷേ ഈ കായ ഷുഗറുകാർക്ക് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന മെഡിസിനാണ് എന്നത് വിവരം. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. ഷുഗർ രോഗികളുടെ ദാഹശമനിയായ ഈ വൃക്ഷച്ചുവട്ടിൽ നിന്നുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമായാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.